ശശികരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഫിലോമിനെയാണെങ്കിൽ കുഞ്ഞിനെ തുളസീധരൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ഈ സമയം തുളസീധരനാണെങ്കിൽ കുഞ്ഞിനെ സമാധാനിപ്പിക്കാനായിട്ട് ഒത്തിരി പാടുപെടുന്നുണ്ട്. അങ്ങനെ കരയിലെ കൊച്ചയെന്നൊക്കെ പറഞ്ഞ് അതിനെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ കുഞ്ഞാണെങ്കിൽ സമാധാനപ്പെടുന്നില്ല, അത് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവസാനം തുളസീധരൻ ആദ്യമായിട്ട് ആ കുഞ്ഞിനെ കയ്യിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് റോഡിലൂടെയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. ഈ സമയത്താണ് അവിടേക്ക് ഫിലോമിനയുടെ അനിയൻ വരുന്നത്. ചേട്ടാ, ഇന്നേ മഴ പെയ്യുമോ? അതെന്താടാ നീ എന്നെ കളിയാക്കി അങ്ങനെ ഒരു ചോദ്യം? അത് വേറൊന്നും കൊണ്ടല്ല, മീനാക്ഷിയുടെ കൊച്ചിന് ചേട്ടന് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ചേട്ടൻ എടുക്കാറില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഈ കൊച്ചിനെ എടുത്ത് കണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. ആ, നീ വെറുതെ കളിയാക്കാതെ ഈ കൊച്ചിൻ്റെ കരച്ചിൽ നിർത്താനുള്ള എന്തെങ്കിലും ഒരു വിദ്യ പറഞ്ഞതാ. അതെ ചേട്ടാ, ഈ കൊച്ചുങ്ങളെ കരച്ചിൽ നിർത്തണമെങ്കിൽ അതിനെന്തെങ്കിലും കളിപ്പാട്ടൊക്കെ വാങ്ങിക്കൊടുക്കും. വാ, നമുക്ക് കടയിലേക്ക് പോകാം. ആ എങ്കിൽ വാ, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് തുളസിയാണെങ്കിൽ അവനെയും കൂട്ടിയിട്ട് കടയിലേക്ക് പോവുകയാണ്. ഈ സമയം വീട്ടിലേക്ക് ആശാനും പ്രസന്നയും മീനാക്ഷിയും വരുന്നുണ്ട്. ഓട്ടോ കാശൊക്കെ കൊടുത്തതിന് ശേഷം ഓട്ടോയെ വിട്ടയക്കുകയാണ്. അങ്ങനെ അവിടേക്ക് ഫിലോമിനയും സീതാമ്മയൊക്കെ എത്തുകയാണ്. എന്തായി എന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു പൊട്ടലുണ്ട്, മറ്റു കുഴപ്പമില്ലെന്ന് പറയുന്നു. മീനാക്ഷിയോട് ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നും ആശാൻ പറയുകയാണ്. എന്തായാലും കുഞ്ഞിനെ എടുക്കാൻ സാധിക്കില്ല ഇങ്ങനെ കൈ വെച്ചിട്ട്. അങ്ങനെ കുഞ്ഞെവിടെയെന്ന് മീനാക്ഷി ഫിലോമിനയോട് ചോദിക്കുമ്പോൾ, കുഞ്ഞോ, ഞാൻ തുളസിയേട്ടനോട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇതേ ഇവിടെ കളിച്ചുകൊണ്ടിരുന്നത്, അവരെ കാണുന്നില്ലല്ലോ. മീനാക്ഷിക്കാണെങ്കിൽ ആകെ പേടിയാവുകയാണ്. അച്ഛൻ്റെ കയ്യിൽ എന്തിനാ കുഞ്ഞിനെ കൊടുത്തത്? അച്ഛൻ ആ കുഞ്ഞിനെ ഇഷ്ടമല്ല. അങ്ങനെ മീനാക്ഷിയും പ്രസന്നയും എല്ലാവിടെയും അച്ഛ കല്ലുമോളെ എന്നൊക്കെ വിളിച്ച് ബഹളം വെച്ച് നടക്കുന്നു. അങ്ങനെ ഫിലോമിനെ നോക്കുമ്പോൾ തുളസിയും കുഞ്ഞും വരുന്നതാണ് കാണുന്നത്. ദേ, തുളസിയേട്ടനും കുഞ്ഞും എത്തിയല്ലോ. അങ്ങനെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ കാഴ്ച, കുഞ്ഞിന് കൈ നിറയെ കളിപ്പാട്ടങ്ങളും വാങ്ങി കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടും ഉമ്മ വെച്ചുകൊണ്ട് വരുന്ന തുളസിയാണ് കാണുന്നത്. അയാളാണെങ്കിൽ മീനാക്ഷിയുടെ അടുത്തെത്തുമ്പോഴും കുഞ്ഞിനെ ഉമ്മ വയ്ക്കുന്നു. അതെ, എല്ലാവരോടും പറയണം കേട്ടോ മുത്തച്ഛൻ എന്തൊക്കെയാണ് വാങ്ങി തന്നതെന്നൊക്കെ. അങ്ങനെ കളിപ്പാട്ടങ്ങൾ വാങ്ങിയതും മറ്റൊക്കെ തന്നെ തുളസി മീനാക്ഷിയോട് പറയുകയാണ്. എന്നിട്ട് വല്ലാതെ മെയിൻ ചെയ്യാതെ അകത്തേക്ക് കുഞ്ഞുമായിട്ട് കയറി ചെല്ലുന്നു. ആ കാഴ്ച കണ്ടുകൊണ്ട് മീനാക്ഷിയാണെങ്കിൽ പൊട്ടിക്കരയുന്നു. തൻ്റെ അച്ഛൻ ആദ്യമായിട്ട് കുഞ്ഞിനെ സ്നേഹിക്കുന്നത് കണ്ട് അവളാണെങ്കിൽ മതി പറന്നു പോവുകയാണ്. പിന്നീട് മീനാക്ഷിയാണെങ്കിൽ തൻ്റെ പഠിത്തത്തിലേക്കും മറ്റും തിരിയുകയാണ്. തുളസിയാണെങ്കിൽ കുഞ്ഞുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. അവളെ ഉറക്കുന്നൊക്കെയുണ്ട്. രാത്രി അവളെയും പിടിച്ച് ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉറക്കുന്നു. അങ്ങനെ ഒരുപാട് സ്നേഹിക്കുകയാണ് കല്ലുമോളെ. അങ്ങനെ കല്ലുമോൾ വളർന്ന് വലുതായി ഒരു 2 വയസ്സൊക്കെ എത്തുന്നുണ്ട്. പിന്നീട് കല്ലുമോളെയും കൂട്ടിയിട്ട് തുളസിയാണെങ്കിൽ ഭാവിയിൽ വീട് വയ്ക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതാണ് മോളെ നമ്മൾ വീട് വയ്ക്കാൻ പോകുന്ന സ്ഥലം, കല്ലുമോൾക്ക് ഇഷ്ടപ്പെട്ടോ? മുത്തശ്ശൻ്റെ കുട്ടിയാവണം, തറക്കല്ലിടാനായിട്ട് ഐശ്വര്യമായിട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞ് കല്ലുമോളെയും കൊണ്ട് ആ സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചു വരികയാണ്. എന്തായാലും തുളസിക്ക് ആ കുഞ്ഞെന്ന് വെച്ചാൽ ജീവനായി കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ഒരു പ്ലാനുമായിട്ട് തുളസിയാണെങ്കിൽ പ്രസന്നയെയും മീനാക്ഷിയെയും കാണിക്കുകയാണ്. ഇതെങ്ങനെയുണ്ട് ഈ പ്ലാനിങ്? ഈ പ്ലാനിങ് ഞങ്ങൾ എടുത്തിട്ട് എന്താ കാര്യം? അതെ, നിങ്ങളെ വെറുതെ ഒന്നല്ല ഞാനിത് കാണിച്ചത്, ഇതാണ് നമ്മൾ വെക്കാൻ പോകുന്ന വീടിൻ്റെ പ്ലാന്. ഇത് കേട്ട് മീനാക്ഷിയും പ്രസന്നയും ആകെ കണ്ണു തള്ളി നിൽക്കുകയാണ്. നമ്മുടെ വീടോ? അതെ, എപ്പോഴും നമുക്ക് ഈ വാടക വീട്ടിൽ കഴിഞ്ഞാൽ മതിയോ? നമുക്ക് സ്വന്തമായിട്ടൊക്കെ ഒരു വീട് വേണ്ടേ? ഇത്ര വലിയ വീടോ എന്നിങ്ങനെ പ്രസന്ന ചോദിക്കുമ്പോൾ, എടി, കെട്ടുമ്പോൾ നല്ലൊരു വീടിനെ കെട്ടണം. പിന്നെ കല്ലുമ്പോൾ ഉണ്ടായതിനു ശേഷം എപ്പോഴും ഐശ്വര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവൾ വന്നതിന് ശേഷം കൈ നിറയെ പണമാണ്, എവിടെ തൊട്ടാലും പണം. അപ്പോൾ നല്ലൊരു വീടൊക്കെ വെക്കണം, വേണമെങ്കിൽ നമുക്കൊരു ലോണൊക്കെ എടുക്കാം എന്ന് പറയുന്നു. എന്തായാലും തുളസിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുകയാണ് പുതിയൊരു വീടൊക്കെ വെക്കാൻ പോകുന്നതിൽ. പ്രസന്നം പറയുന്നുണ്ട്, അതെ, 2 പെൺകുട്ടികളെ കെട്ടിച്ചു വിടേണ്ടതാണ്, അതിൻ്റേതായിട്ടുള്ള രീതിക്ക് മതി ഓരോന്നും, അത് പ്രത്യേകം പറയണോ? എൻ്റെ കുട്ടികളുടെ കാര്യം എനിക്കറിയില്ലെന്ന് പറഞ്ഞ് തുളസിയാണെങ്കിൽ ആ പ്ലാനുമായിട്ട് അങ്ങോട്ട് പോകുന്നു. അങ്ങനെ രാവിലെ തുളസി കച്ചവടവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ സമയം ഫിലോമിനയാണെങ്കിൽ പ്രസന്നയ്ക്ക് എന്തോ ആയിട്ട് വരുന്നുണ്ട്. ചേട്ടൻ കച്ചവടത്തിനായിട്ട് പോവുകയാണോ? അതെ ഫിലോമിനെ. പിന്നെ മീനാക്ഷിയെ ഇങ്ങനെ വിട്ടാൽ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിപ്പിക്കണ്ടേ? വേണമല്ലോ. ഒരാലോചന വന്നതാണ്, അത് തട്ടിപ്പോയി, കാരണം അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ മറ്റൊന്ന് ആലോചിക്കണ്ടേ? ഞാൻ ബ്രോക്കറൊന്നുമല്ല ചേട്ടാ, പക്ഷേ എൻ്റെ അറിവിൽ ഒരു പയ്യനുണ്ട്, എങ്കിൽ പിന്നെ വന്ന് കാണാനായിട്ട് പറയേ. പയ്യൻ എങ്ങനെയാ? ആൾ കൊള്ളാമോ? വീടും പരിസരവും പുരയിടും ഒക്കെ തന്നെയുണ്ട്. പിന്നെ ബിസിനസ്സല്ല, ജോലിയാണ്, അത്യാവശ്യം ശമ്പളവും കിട്ടും. മറ്റെന്താ ഒരു കുറവെന്ന് വെച്ചാൽ 2ാം കെട്ടാണ്. 2ാം കെട്ടോ എന്ന് പറഞ്ഞു തുളസിയാണെങ്കിൽ മുഖം ചുളിക്കുന്നു. അയ്യോ, 2ാം കെട്ടെന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലേ. ആൾ നല്ലൊരു പയ്യനാണ്. പെൺകുട്ടി 6 മാസത്തിനുള്ളിൽ മരിച്ചു പോയതാണ്, എന്തോ അസുഖം ബാധിച്ചിട്ട്, അല്ലാതെ വേറൊരു കുഴപ്പവും ആ പയ്യനില്ല. 2ാം കെട്ടെന്നുള്ള പേര് വീണു, അത്രമാത്രം. എങ്കിലെന്തായാലും ഫിലോമിന കൊണ്ടുവരാൻ നോക്ക്. ചെക്കനും പെണ്ണും ഇഷ്ടപ്പെട്ടാലല്ലേ കാര്യം നടക്കുള്ളൂ. നിങ്ങളുടെ കൂട്ടർ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും കല്യാണം മറ്റും വരുന്ന സമയത്ത് ജാതിയൊക്കെ തന്നെ പ്രശ്നം തന്നെയാണല്ലോ. എനിക്ക് പിന്നെ ഫിലോമിന വഴിയിക്കേണ്ട, ആ പയ്യനെ ചെന്ന് എന്നിട്ട് ഇവിടേക്ക് വരാൻ പറയുന്നൊക്കെ പറഞ്ഞ് തുളസീധരനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. ഫിലോമിനയാണെങ്കിൽ പ്രസന്നേച്ചി എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ മീനാക്ഷിയാണെങ്കിൽ പതിവ് പോലെ തന്നെ മഞ്ജുവിനെ വിളിക്കുകയാണ്. എടി, പഠിത്തമൊക്കെ കഴിഞ്ഞോ? ആ ചേച്ചി, കുഴപ്പമില്ല, പഠിത്തമൊക്കെ കഴിഞ്ഞു.
ആ പിന്നെ എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ കറക്റ്റായിട്ട് കഴിഞ്ഞു പോയി. പിന്നെ ചേച്ചിയുടെ കാര്യമോ? ആ ഞാൻ 1-2 ഹൈസ്കൂൾ ടീച്ചർ വേക്കൻസിയിൽ കൊടുത്തിട്ടുണ്ട്. കിട്ടിയാൽ കിട്ടി. ചേച്ചി ശ്രമം അവസാനിപ്പിക്കരുത്, തുടർന്നുകൊണ്ടേയിരിക്കണം. ആടി അതൊക്കെ ഞാൻ ചെയ്തോളാം ചേച്ചി. ഞാൻ പറഞ്ഞിരുന്നില്ലേ സുനിലിൻ്റെ കാര്യം? ആ അതെന്താ? അത് അവരുടെ വീട്ടിൽ പ്രശ്നമായിട്ടുണ്ട്. കല്യാണത്തിന് വേണ്ടിയിട്ട് തിടുക്കം കൂട്ടുന്നു. അതെന്താടി ഇപ്പം അങ്ങനെ? നമ്മുടെ വീട്ടിലൊന്നും തന്നെ അറിയില്ല, അപ്പോഴേക്കും അവരുടെ വീട്ടിൽ കല്യാണം വരെ എത്തിയോ? അത് ചേച്ചി സുനിൽ ആകെ വിഷമത്തിലാണ്. എടി നീ ചെറിയൊരു അടുപ്പുണ്ടെന്ന് പറഞ്ഞു, ഇത്രയ്ക്കും സീരിയസ് ആണോ? അതെ, സുനിലിന് എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു ചേച്ചി ഉള്ളത് കൊണ്ട് നടക്കില്ല എന്ന്. ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അവനോട് വളരെ ഡീറ്റെയിൽഡായിട്ട് പറയാൻ പോവുകയാണ്. അത് നിനക്കെന്ത് അത്ര ധൃതി കല്യാണം കഴിക്കണമെന്ന് മഞ്ജുവിനോട് മീനാക്ഷി ചോദിക്കുമ്പോൾ ചേച്ചി എനിക്ക് ധൃതിയില്ല, സുനിലിനുമില്ല. പക്ഷേ സുനിലിൻ്റെ വീട്ടുകാരാണ്, അവരോട് വന്നിട്ടേ അച്ഛനോട് സംസാരിക്കാൻ പറ, അല്ലാതെ ഒന്നും നടക്കില്ല. അച്ഛനറിയാതെ എങ്ങനെയാണ്? അത് അച്ഛനോട് പറയാൻ എനിക്ക് പേടിയുണ്ട്. ചേച്ചി പറയുമോ? ആ ഞാനൊന്ന് പറഞ്ഞു നോക്കാം. അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് പ്രസന്നയാണെങ്കിൽ തുളസീധരന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അവിടേക്ക് മീനാക്ഷി വരുന്നുണ്ട്. അങ്ങനെ മീനാക്ഷി പതുക്കെ മഞ്ജുവിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഞ്ജു വിളിച്ചിരുന്നു അച്ഛാ? ഇല്ല, അവൾ എന്നെ വിളിക്കാറില്ലല്ലോ, നിന്നെയാണല്ലോ കൂടുതലും വിളിക്കുക. എങ്ങനെയുണ്ട് അവളുടെ അവിടുത്തെ പഠനമൊക്കെ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് പറയാൻ പറ. ആ അവൾ പഠിക്കുന്നൊക്കെ ഉണ്ട് അച്ഛാ. പിന്നെന്താ പ്രശ്നം? അവൾ അവിടെ വളരെ സെക്യൂർഡായിട്ട് ഇരിക്കാനായിട്ട് പറയണം. ബാംഗ്ലൂർ പോലുള്ള സ്ഥലമാണ്, നമ്മുടെ കണ്ണുപോലും എത്തില്ല. അതുകൊണ്ട് അവൾ തന്നെ അവളെ സൂക്ഷിച്ചാൽ കൊള്ളാം. പല ചതികളിലും പെൺപിള്ളേർ ചെന്ന് വീഴുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷി പറയുകയാണ്, അവൾ അങ്ങനെയുള്ള കുട്ടിയൊന്നുമല്ല, അവൾ നന്നായി തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ മീനാക്ഷിയാണെങ്കിൽ പ്രസന്ന വരുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, അവൾ അമ്മയെ വിളിച്ചിരുന്നോ? ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. അല്ല, അവൾക്കൊരു പയ്യനെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ തുളസിയുടെ മുഖമാണെങ്കിൽ ആകെ ചുളിഞ്ഞു പോകുന്നു. അങ്ങനെ മഞ്ജുവിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട് മീനാക്ഷി തീരുമാനിക്കുകയാണ്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.